അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് 28 മുതൽ 31% വരെ വോട്ട് ലഭിക്കുമെന്നാണ് പ്രമുഖ മാധ്യമ പ്രവർത്തകനും CPM-ന് വേണ്ടി ഇത്തവണ തെരഞ്ഞെടുപ്പിൽ അഹോരാത്രം പണിയെടുത്ത നികേഷ് കുമാറൊക്കെ പറയുന്നത്. 29-ല് ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ റിസൾട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. LDF-ന് 31 മുതൽ 33% വരെ വോട്ട്, BJP-ക്ക് 28% മുതൽ 31% വോട്ട്. ഇതെങ്ങനെ വന്നു എന്ന് നമ്മൾ ചോദിക്കും. കാരണം എന്താ, നമ്മൾ ചൂടുവെള്ളത്തിൽ വീണ തവളയാണ്. അങ്ങനെ ഒരു തവളയുടെ കാര്യം അറിയാലോ. ഒരു ചൂടുവെള്ളത്തിലേക്ക് തവളയെ പെട്ടെന്ന്, തിളക്കുന്ന വെള്ളത്തിലേക്ക് തവളയെ പെട്ടെന്ന് തവള പെട്ടെന്ന് ചാടും. നമ്മള് ഒരു തണുത്ത വെള്ളത്തിലുള്ള തവളയാണ്. ആ തവളയുടെ അടിയിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് തീ. ആ തവളയാണ് നമ്മള്. ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ 2029-ലെ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് 33% കിട്ടും. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയാനുള്ളൊരു കാരണം? അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്, കാരണം നമ്മൾ വെള്ളത്തിൽ വീണ അല്ലെങ്കിൽ കിണറ്റിൽ വീണ ഒരു തവളയാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ചൂടുവെള്ളത്തിൽ വീണ, അതെ, ചൂടുവെള്ളത്തിൽ വീണ തവളയാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നികേഷ് കുമാർ മുമ്പ് ഒരു പൊട്ടക്കിണറ്റിൽ ഇറങ്ങി ഒരു കിണറ്റിലെ തവളയൻ പോലെ പെരുമാറിയിട്ടുണ്ട്. അഴീക്കോട് മണ്ഡലത്തിൽ നികേഷ് കുമാർ വിജയിക്കുമെന്നുള്ള കണ്ടീഷനിലായിരുന്നു നിന്നിരുന്നത്. KM ഷാജിയോട് ഫൈറ്റ് ചെയ്ത് അവസാനം ദയനീയമായി തോൽക്കാൻ കാരണം പൊട്ടൻകിണറ്റിൽ ഇറങ്ങിയിട്ട് അതിലെ വെള്ളം പരിശോധിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. മുകളിൽ നിന്ന് വെള്ളം കോരി എടുക്കാവുന്ന സ്ഥലത്ത് താഴെ വരെ ഇറങ്ങി എല്ലാ പത്രക്കാർക്ക് വിളിച്ചു വരുത്തി ഞാൻ എന്തോ മഹാകൃത്യം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് താഴെ ചെന്ന് വെള്ളം എടുത്ത് പരിശോധിക്കുന്ന രംഗമാണ് പുറം ലോകം അറിഞ്ഞത്. ഒറ്റയടിക്ക് അതോടുകൂടി KM ഷാജി വിജയിച്ചു. KM ഷാജി പറഞ്ഞത്, മുകളിൽ നിന്ന് എടുക്കാവുന്ന വെള്ളം താഴെ ഇറങ്ങിയൊരു പൊട്ടക്കിണറ്റിലെ തവളേനെ പോലെ ഇറങ്ങിപ്പോയി എടുക്കേണ്ട ആവശ്യം എന്ത് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് പൊട്ടക്കിണറ്റിലെ തവളയനെ പറ്റിയിട്ട് ആരോർക്കുന്നത്? നമ്മുടെ നികേഷ് കുമാർ ഓർക്കുന്നത്. നികേഷ് കുമാറിന് ആ ചൂടുവെള്ളത്തിൽ വീണ തവളയെ പോലെയാണ് അദ്ദേഹം മനസ്സിലുള്ളത്. അത് മായ്ക്കാൻ പറ്റുമോ അദ്ദേഹത്തിൻ്റെ മനസ്സ്? അത് പാവം, അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഒരു വേവലാതിയാണ്. പിന്നെ അദ്ദേഹം അടുത്ത തവണ 31% മുതൽ 33% വരെ BJP-ക്ക് വോട്ട് എന്ന് കിട്ടുന്ന അദ്ദേഹം ആരാണ്? മാന്ത്രിക വിദ്യ ഉള്ള ആളോ? രാഷ്ട്രീയത്തിൽ ഇത്ര ശതമാനം ഓരോരുത്തർ കിട്ടും എന്ന് പറയാൻ, നാളെ എന്തായിത്തീരും എന്ന് പറയാൻ പറ്റില്ല. രാഷ്ട്രീയത്തിൽ ആര് ജയിക്കും തോൽക്കും എന്നുള്ള പല സാഹചര്യങ്ങളാണ്. ആ സാഹചര്യങ്ങളെ വിലയിരുത്തുമ്പോൾ ഇത്തവണ സൈബർ സെല്ലിൻ്റെ, അതായത് സൈബർ കമ്മികളുടെ CPM-ൻ്റെ സൈബർ വിഭാഗത്തിൻ്റെ തലവനായി ഇരുന്ന് AKG സെൻറ്ററിലിരുന്ന് സകല തട്ടിപ്പും നടത്തിയിട്ടുള്ളത് ആരാണ്? നമ്മുടെ നികേഷ് കുമാറാണ്. നികേഷ് കുമാറിൻ്റെ ഒറ്റ കാരണം കൊണ്ടാണ് കേരളത്തിൽ ഇത്തവണ CPM തകർന്നു തരിപ്പണമായത്. അദ്ദേഹമാണ് പിണറായി വിജയനോട് പറഞ്ഞത് കേരളത്തിൽ മുഴുവൻ ബോർഡ് വെക്കാൻ. എന്തിനാണ് ബോർഡ് വെക്കാൻ പറഞ്ഞത്? വലിയ ബോർഡ് വെച്ച് പിണറായി വിജയൻ്റെ ഫോട്ടോ കാണുമ്പോൾ ആൾക്കാർ അപ്പം തിരിച്ചു കുത്തും. അത്രയും വെറുപ്പും അറപ്പുമാണ് കേരളത്തിൽ പിണറായി വിജയൻ എന്ന് പഠിച്ചിട്ടുള്ള ഒരാളാണ് നികേഷ് കുമാർ. അപ്പം ഇത്തവണ LDF-നെ തോൽപ്പിക്കാൻ പിന്നിൽ നിന്ന് കുത്തിയ ഒരാൾ ആണ് നികേഷ് കുമാർ. എന്താണ് അദ്ദേഹത്തിൻ്റെ വൈരാഗ്യം? അദ്ദേഹത്തിൻ്റെ വൈരാഗ്യം എന്ന് പറയുന്നത്, നേരിട്ട് ചെല്ലാൻ യുദ്ധം ചെയ്യാൻ അദ്ദേഹത്തിന് ആളുകളില്ല. അദ്ദേഹത്തിൻ്റെ പിതാവ് MV രാഘവനെ മുമ്പ് വേട്ടയാടിയതും കൊന്നതുമാരാണ്? പിണറായി വിജയനും അതേപോലെ CPM-ആണ്. ഇപ്പോൾ CPM-നോട് അദ്ദേഹത്തിന് മനസ്സിൻ്റെ ഉള്ളിൽ വലിയ വൈരാഗ്യമുണ്ട്. ആ വൈരാഗ്യം തീർക്കാൻ അദ്ദേഹം കണ്ടുപിടിച്ച വഴി അതിനുള്ളിൽ കയറുക, എന്നിട്ട് അവിടുന്ന് പണി കൊടുക്കുക എന്നുള്ളതാണ്. അദ്ദേഹം വലിയ കേരളത്തിലെ പ്രഗത്ഭനായ ഒരു പത്രപ്രവർത്തകനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ത്യ വിഷൻ തുടങ്ങിയ അത് വഴി ഒരു ചരിത്രം സൃഷ്ടിച്ച ഒരു ചാനലാണ് കേരളത്തിൽ തുടങ്ങിയത്, ഫുൾ ടൈം ചാനൽ. ഞാനൊക്കെ നിരവധി തവണ ഇന്ത്യ വിഷനിലും അതേപോലെ റിപ്പോർട്ടർ ചാനലിലും അദ്ദേഹത്തിൻ്റെ ഡിബേറ്റിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഡിബേറ്റൊക്കെ രസകരമാണ്. അദ്ദേഹം കഴിവുള്ള ഒരു പത്രപ്രവർത്തകനായിരുന്നു. പക്ഷേ ഇതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ ബുദ്ധി വളഞ്ഞ വഴി കൂടെ ചിന്തിച്ചത്. എങ്ങനെ CPM-നെ തോൽപ്പിക്കാം? ഈ മാർക്സിസ്റ്റ് പാർട്ടി കോൺഗ്രസ് വിചാരിച്ചാൽ കഴിയില്ല, BJP വിചാരിച്ചാൽ കഴിയില്ല. UDF-ന് എങ്ങനെ തലകുത്തിയവനെ പിണറായി വിജയനെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ പിണറായി വിജയനെ തോൽപ്പിക്കാനുള്ള ഏക വഴി ഉള്ളിൽ നിന്ന് അണി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഇത്തവണ അതിനുള്ളിൽ കയറി ഓരോ വെടക്ക് മുദ്രാവാക്യങ്ങളും മറ്റൊക്കെ ഉണ്ടാക്കി കൊടുത്ത് UDF-ന് വിജയിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത പണി എന്ന് പറയുന്നത്. അപ്പോൾ പൊട്ടക്കിണറ്റിലെ തവള എന്ന് പറയുന്നത് അദ്ദേഹം നേരത്തെ പറയുകയാണ് CPM തകരാൻ പോവുകയാണെന്നുള്ളത്.
CPM-ന്റെ കൂടെ നിന്നിട്ടാണ് പറയുന്നത്. അല്ല, അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇങ്ങനെയാണ് ഇതിങ്ങനെ റിസൾട്ട് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞുതരാന്നാ പറയുന്നത്. ഇങ്ങനെ ആക്കിയല്ലോ അദ്ദേഹമാണല്ലോ പിണറായി വിജയന് ഉപദേശം കൊടുത്ത് സൈബർ വിങ്ങിന്റെ ഉപദേശം കൊടുത്ത് പിണറായി വിജയൻ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മോഹൻലാലിനെ കൊണ്ട് ഇത് ചെയ്യിക്കണം എന്നുള്ളത് നികേഷ് കുമാറാണ്. ചിരിക്കണം, മോഹൻലാലിന്റെ കൂടെ ചിരിക്കണം. ഇപ്പൊ കളമശ്ശേരിയിൽ ദയനീയമായി പരാജയപ്പെട്ട P. രാജീവ് കഴിഞ്ഞ ദിവസം പൊട്ടിക്കരയുന്നുണ്ടായി. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ LDF അല്ലാതെ മറ്റാരും ഇല്ല എന്ന മുദ്രാവാക്യം അത് ശരിയായില്ല, ജനങ്ങൾക്കിടയിൽ മറ്റൊരു ബോധമാണ് അത് സൃഷ്ടിച്ചത് എന്നുള്ളത്. ആരാണ് ആ മുദ്രാവാക്യം യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയത്? അത് നികേഷ് കുമാറിന്റെ ബുദ്ധിയാണ്. അപ്പൊ എത്രമാത്രം വലിയ നല്ല ബുദ്ധിയുണ്ടെന്ന് മനസ്സിലായ, ബുദ്ധിയല്ല, തിരിച്ച് പ്രതികാരം തീർത്തതാണ് പിണറായി വിജയനോട്. എൻ്റെ പിതാവിനെ തകർത്ത നിങ്ങളെ ഞാൻ ഈ വഴിക്ക് തകർക്കും, അല്ലാതെ മുന്നിൽ നിന്ന് അടിക്കാൻ പറ്റില്ലല്ലോ. പകരം ഉള്ളിൽ കയറി കൂടെ നിൽക്കുന്ന ഏറ്റവും വിശ്വസ്തനായി കാണിക്കുക, എന്നിട്ട് പണി കൊടുക്കുക. ആ പണി കൊടുത്ത ഇനിയിപ്പം BJP-യുടെ വക്കാലത്ത് ഏറ്റെടുത്തിരിക്കുകയാണ് ആര്? നികേഷ് കുമാർ. അതിൻ്റെ ഭാഗമായിട്ടാണ് അടുത്തതാണ് 33% കിട്ടുന്ന നേരത്തെ പറയുന്നത്. കേരളത്തിലെ CPM-നെ ഒരു ഭാഗത്തെ അടർത്തിയെടുത്ത് ഇനി BJP-യിൽ എത്തിക്കണം ആർക്ക്? നമ്മുടെ നികേഷ് കുമാറിന്. നമുക്കറിയാം കേരളത്തിലെ BJP-ന്റെ സ്ഥിതി. അവർ തല്ലിയിട്ട് മുന്നോട്ട് പോകില്ല, എവിടേക്കും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അവർ 3 സീറ്റിൽ വിജയിച്ചെങ്കിലും അവർക്കൊരു നേട്ടവും ഉണ്ടാക്കാൻ ഇതുവരെ കഴിഞ്ഞില്ല. ഒരു പരിപാടിയിൽ അവർ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കാൻ കഴിയില്ല. പിണറായി വിജയനെ എതിർക്കാൻ പറ്റില്ല അവർക്ക്. പിണറായി വിജയന്റെ കൂടെ തന്നെയാണ് അവരുള്ളത്. പിന്നെ കേരളത്തിലെ കോൺഗ്രസിനെ എതിർക്കാൻ പറ്റാത്ത വിധത്തിൽ കോൺഗ്രസ് അതിനേക്കാളൊക്കെ വളർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. കാരണം കേരളത്തിലെ BJP-യുടെ പ്രധാനപ്പെട്ട അണികൾക്കല്ല ഏറ്റവും വിദ്വേഷമുള്ള ആളാരാണ്? VD സതീശനാണോ? അല്ല, പിണറായി വിജയനാണ്. അപ്പം പിണറായി വിജയനെ അടിക്കാൻ ഇനിയിപ്പം സാധാരണ CPM BJP അണികൾക്ക് തന്നെ കരുതിയിരിക്കുന്നത് VD സതീശൻ്റെ കൂടെ UDF-ന്റെ കൂടെ നിൽക്കുന്നതാണെന്നുള്ള ബോധ്യപ്പെട്ട് അവരെ കൂടേക്കാണ് മാറിയിരിക്കുന്നത്. എല്ലാ സ്ഥലത്തും അങ്ങനെയല്ല, കേരളത്തിൻ്റെ സ്ഥിതി ഇതാണ്. അപ്പം ഈ നികേഷ് കുമാർ CPM-നുള്ളിൽ വിള്ളൽ കൂടുതൽ ശക്തമാക്കി അവിടെയുള്ള ആളുകളെ എങ്ങനെയെങ്കിലും BJP-യിൽ എത്തിക്കാനുള്ള പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൊട്ടൻകിണറ്റിലെ തവള എന്ന് പറയുന്ന അദ്ദേഹം എപ്പോഴും ഓർക്കുന്നത് പണ്ട് അഴീക്കോട് മണ്ഡലത്തിൽ മത്സരിക്കുന്ന സമയത്ത് ഈ പൊട്ടക്കിണറ്റിൽ ഇറങ്ങി വെള്ളം പരിശോധിച്ചത് കൊണ്ടായിരിക്കും അദ്ദേഹത്തിന് തലയിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ് ഈ പൊട്ടക്കിണറ്റിലെ തവള. പൊട്ടക്കിണറ്റിലെ തവളേനെ പോലെയാണ് അദ്ദേഹം പെരുമാറുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. നല്ല കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു പത്രപ്രവർത്തകന്റെ സ്ഥാനത്ത് നിന്നും അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നത് പൊട്ടക്കിണറ്റിലെ തവളേനെ മാതിരിയുള്ള സ്ഥലത്താണ്. അദ്ദേഹത്തിൻ്റെ വളർച്ചയും ഇതൊക്കെ പോയി ബുദ്ധിയില്ലാത്തൊരു ഒരു അവസ്ഥയിലേക്ക് എത്തി. അദ്ദേഹത്തിന് ഒരു പ്ലാൻ മാത്രം വിജയിച്ചു: പിണറായി വിജയനെ തോൽപ്പിക്കുക, LDF-നെ തോൽപ്പിക്കുക, കൂടെ നിന്ന് പാര വെക്കുക. പക്ഷെ അദ്ദേഹം ഈ പറയുന്നത് ഈ 29 അല്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് ഇത്ര വോട്ട് കിട്ടും. കാരണം BJP 3 MLA-മാരെ ഇപ്പോൾ സൃഷ്ടിച്ചു. ബംഗാളിൽ എന്താ സംഭവിച്ചത് നമുക്കറിയാം. 3-ൽ നിന്നാണ് അവർ തുടങ്ങിയത്. 3-ൽ നിന്ന് തുടങ്ങി ഇപ്പോൾ 200 കടക്കുന്ന മാൻഡേറ്റാണ് BJP-ക്ക് ലഭിച്ചത്. അപ്പം BJP-യെ നമ്മൾ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. BJP-യെ എവിടെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലാണ് പോകുന്നത്. പക്ഷെ കേരളത്തിലെ സ്ഥിതി അങ്ങനെയല്ല. കേരളത്തിൽ ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ വളരെ നിർണായകമാണ്. ഏകദേശം 50% വോട്ട് അവർക്കുള്ളിടത്തോളം കാലം ഇവിടെ BJP-ക്ക് അധികാരത്തിലെത്താൻ യാതൊരു നിർവാഹവും ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം അങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ് കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടത്. മാത്രമല്ല BJP-യിൽ ഇവിടുത്തെ നേതാക്കന്മാരാരും തന്നെ ഈ പാർട്ടിയെ വളർത്താൻ പറ്റുന്ന തരത്തിലുള്ള ലീഡർഷിപ്പുള്ള ആരും ഇല്ല ഇപ്പം. അപ്പോൾ അവർ ഭാഗ്യം കൊണ്ട് 3 സീറ്റ് ജയിച്ചു പോയി എന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് തന്നെ അറിയില്ല എങ്ങനെ ജയിച്ചു പോയി എന്നുള്ളത്. ആ 3 സീറ്റ് ഇനി അടുത്ത പ്രാവശ്യം ഇപ്പം ഇലക്ഷൻ നടത്തി നോക്കൂ, അവർക്ക് കെട്ടിവെച്ച പൈസ പോലും കിട്ടണമെന്നില്ല അവിടെ. കാരണം കേരളത്തിൽ ഇപ്പോൾ UDF-ന്റെ ഒരു തേരോട്ടമാണ്. LDF ഭരണം വിജയിച്ച ശേഷവും VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള UDF മുമ്പെന്നത്തേക്കാൾ ശക്തമാണ്. ജനപിന്തുണ വർദ്ധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുമ്പ് പിണറായി വിജയൻ 41 വണ്ടി പോലീസിൻ്റെ സഹായത്തോടെ യാത്ര ചെയ്തിരുന്നത് അതൊക്കെ ഒഴിവാക്കി ജനങ്ങളുടെ ഇടയിൽ കൂടെ നടന്നു പോകുന്ന പഴയ ഉമ്മൻചാണ്ടിയേക്കാൾ ജനകീയനായ ഒരാളായി മാറിയിരിക്കുന്നു VD സതീശൻ. അദ്ദേഹത്തിന് അധികം പ്രായമൊന്നുമില്ല, 10-60 വയസ്സുള്ളൂ. ഈ 60 വയസ്സുള്ള അദ്ദേഹം എന്തായാലും ഒരു 10-15 വർഷം എന്തായാലും കേരളത്തിൽ ഭരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ അവസ്ഥയിൽ കാണുന്നത്. അപ്പോൾ അതിനിടയിൽ എന്തൊക്കെ സംഭവിക്കും നമുക്ക് പറയാൻ പറ്റില്ല. BJP-യിലേക്ക് ആളുകൾ പോകുമായിരിക്കാം. അതിനുള്ള ശക്തമായ ലീഡർഷിപ്പ് അവിടെ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അവരെ ഏറ്റവും വലിയ ദൗർഭാഗ്യം. അങ്ങനെ ഒരു ലീഡർഷിപ്പ് വരികയാണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാകുമായിരിക്കാം. ശരിക്കും BJP കേരളത്തിൽ 2ാം സ്ഥാനത്ത് വരേണ്ടതാണ്. എന്തുകൊണ്ടാണ് വരാത്തത്? അവർ ഇത്രയും കാലം പിണറായി വിജയനെ ആസനം താങ്ങി നടക്കുകയായിരുന്നു. പിണറായി വിജയൻ്റെ എല്ലാ കേസുകളും സെറ്റിൽമെൻറ്റ് ചെയ്ത് അങ്ങനെ 10 വർഷക്കാലം കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളൊരു കേരളത്തെ കൊണ്ടുനടന്ന പാർട്ടിയാണ് അവർ. അപ്പോൾ ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരെ ചിന്താഗതി മുഴുവൻ എന്താണ്?
10 വർഷം CPM അല്ല BJP കോൺഗ്രസിനെ അധികാരത്തിൽ മാറ്റിയ കോൺഗ്രസ് ഉണ്ടാവില്ല എന്നാണ്. എന്താണ് ഉണ്ടായത്? കോൺഗ്രസ് അധികാരത്തിൽ വന്നില്ലേ, UDF 102 സീറ്റോട് കൂടി അധികാരത്തിൽ വന്നില്ലേ. അപ്പോൾ ആ അധികാരത്തിൽ വരുന്നതിന് നികേഷിന്റെ വലിയ സംഭാവനയുണ്ട്. അത് നമുക്ക് അംഗീകരിച്ചു കൊടുത്തേ പറ്റുള്ളൂ. കാരണം LDF തകർക്കുന്നതിൽ, അതിനുള്ളിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതിൽ, ചീഞ്ഞു നാറിയ അവർക്ക് തന്നെ തിരിച്ച് കുത്താവുന്ന മുദ്രാവാക്യങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് ഇതില്ലേ ആരുണ്ട്? LDF അല്ലാതെ മറ്റാരും രാജീവൻ പറഞ്ഞ എന്താണ് അവസാനം? രാജീവിന് മനസ്സിലായി സാധനം ഇത് പാര വെച്ചതാണ്, പണി കൊടുത്തതാണ്, പിണറായി വിജയന്റെ വലിയ മോന്ത എല്ലാ സ്ഥലത്തും കണ്ട ജനങ്ങൾ മാറിക്കുത്തും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്ത പണിയാണെന്ന് അദ്ദേഹം മനസ്സിലായി. അതുകൊണ്ടാണ് അദ്ദേഹം ആഞ്ഞടിച്ചത്. കാരണം അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ചത് കൊണ്ടാണ് തോറ്റതെന്ന് പിണറായി വിജയന്റെ വലിയ ഫോട്ടോ വെച്ച് LDF അല്ലാതെ മറ്റാരുണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാണ് കേരളത്തിൽ CPM വലിയ തിരിച്ചടി കിട്ടിയത്. ആ പബ്ലിസിറ്റിയാണ് അവർക്ക് ഏറ്റവും അധികം തിരിഞ്ഞു കുത്തിയത് എന്ന് രാജീവനെ പോലുള്ള ഒരാൾക്ക് മനസ്സിലായി. പക്ഷെ നികേഷ് കുമാറിന് എപ്പോഴും മനസ്സിലാവാത്തതുകൊണ്ടല്ല, നികേഷ് കുമാറാണ് ഈ പണി ഒപ്പിച്ചത്. അപ്പം കൃത്യമായ പ്ലാനോട് കൂടിയിട്ടാണ്, സൈക്കോളജിക്കൽ മൂവ്മെൻറ്റോട് കൂടിയിട്ടാണ് നമ്മുടെ നികേഷ് കുമാർ കൊടുത്ത പണി, 8ന്റെ പണി ഏറ്റിട്ട് പിണറായി വിജയൻ വീണത്. അല്ലെങ്കിൽ പിണറായി വിജയൻ അങ്ങനെ വീഴ്ത്താൻ പറ്റില്ലായിരുന്നു സത്യത്തിൽ. അപ്പോൾ നികേഷ് കുമാർ എന്ന് പറയുന്ന ഒരാൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട, അദ്ദേഹത്തിന് പല കാര്യങ്ങളും ഇനിയും ചെയ്യാൻ പറ്റും. CPM തകർത്ത് തരിപ്പണമാക്കി UDF BJPയിൽ എത്തിക്കാനും അദ്ദേഹത്തിന് കഴിയും എന്നുള്ളതാണ് കഴിഞ്ഞ ഇലക്ഷനുകളോട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ല, ഹിന്ദുത്വ ശക്തി അതിശക്തമായിട്ട് കേരളത്തിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അവരുടെ നീക്കങ്ങളൊക്കെ വളരെ ഭയങ്കര പ്ലാനിങ്ങോടുകൂടി അവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ CPM ഒരു വിഭാഗം വോട്ടിനെ അടർത്തി, ഇപ്പം തന്നെ ഈഴവ വോട്ട് കുറേ BJPക്ക് പോകുന്നുണ്ട്. അപ്പം UDF ഒരു ഇമേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളൊരു പാർട്ടി എന്ന് പറയുന്ന ഒരു ഇമേജ് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹിന്ദു ഐക്യത്തിനെ ഉറപ്പിക്കാനായിട്ട് BJPക്ക് സാധിക്കില്ലേ? ഇപ്പം സമസ്തയൊക്കെ എടുക്കുന്ന നിലപാടുകൾ, ഇപ്പം ഫാത്തിമ തഹ്ലിയ പോലുള്ള MLA പേരാമ്പ്രയിൽ വിളക്ക് കത്തിക്കുന്നു ഒരു ഹോട്ടലിൻ്റെ ഉദ്ഘാടനത്തിൽ. സമസ്ത പറഞ്ഞത് തിരുത്തുകയാണ് ചെയ്തത്. ഇത് സമുദായത്തിൽ നിന്ന് പുറത്തു പോകേണ്ടിവരും ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. ഇങ്ങനെയൊക്കെയുള്ളൊരു ഇതൊരു സംഭവം ഹിന്ദുക്കൾക്കിടയിൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ എന്ത് ഒരു ഇതുണ്ടാക്കും? അതിന് സമസ്തയാണോ കേരളത്തിൽ ഭരിക്കുന്നത്? ഇത്തരത്തിലുള്ള സംഘടനകളെ ഒരുപാട് മാറ്റി അകലത്തിലേക്ക് മാറ്റിയിട്ടുള്ള ചരിത്രമാണ് കേരളത്തിലെ ജനത സ്വീകരിച്ചിട്ടുള്ളത്. ആ കേരള ജനതയുടെ മുന്നിൽ ഇത്തരത്തിലുള്ള വർഗീയ വിഷം തുപ്പുന്ന ആളുകളെ ആരെയും അടുപ്പിക്കില്ല. അത് ഹിന്ദുക്കളായാലും ശരി, മുസ്ലിങ്ങളായാലും ശരി, ക്രിസ്ത്യാനികളായാലും ശരി, അത്തരം ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ലിറ്ററേച്ചറുള്ള, അതായത് വിവരവും വിദ്യാഭ്യാസവുമുള്ള ആളുകളാണ് കേരളത്തിലുള്ളത്. അപ്പോൾ അത്തരമുള്ള സ്ഥലത്ത് ഇത്തരത്തിലുള്ള വർഗീയ കോമരങ്ങളുടെ തുള്ളലൊന്നും വില പോവില്ല എന്നുള്ളതാണ് സത്യം. തഹ്ലിയെ പോലെയുള്ള മുസ്ലിം പെൺകുട്ടികൾ മുന്നോട്ട് വരികയും ജാതി മതത്തിനപ്പുറം എല്ലാവരുടെയും കൂടെ നിൽക്കുകയും മതേതരത്തിൻ്റെ പ്രതീകങ്ങളായി മാറുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് വിളക്ക് കത്തിച്ചത്. അത് ഇത് മാത്രമാണ്, അല്ലാതെ അതിലൊരു ഒരു മതത്തിനെ ധിക്കരിക്കുകയൊന്നുമല്ല ചെയ്തത്. ഒരു ചടങ്ങിൻ്റെ ഒരു സാധാരണ രീതിയാണ് വിളക്ക് കത്തിക്കുക എന്ന് പറയുന്നത്. അതിൽ ആ ജനപ്രതിനിധിയാകുമ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തേ പറ്റുള്ളൂ. അത് അവർ ചെയ്തു. അതിലിപ്പോൾ എന്താണ് തെറ്റുള്ളത്? ഇന്നത്തെ കേരളത്തിലെ മുസ്ലിങ്ങളൊക്കെ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള മുസ്ലിങ്ങളാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ നല്ല വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികളാണ്. അവർക്ക് കൃത്യമായി കാര്യവിവരമുണ്ട്, ലോകത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അവരാണ് ഏറ്റവും അധികം വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പം മുസ്ലിം പെൺകുട്ടികളാണ് ഏറ്റവും മുൻപന്തിയിലേക്ക് വരുന്നത് എന്നുള്ളതാണ് പുറമെ വരുന്ന റിപ്പോർട്ടുകൾ. സാധാരണ പെൺകുട്ടികൾ പോലും PG ഇല്ലാത്ത പെൺകുട്ടികൾ ഇല്ല എന്നുള്ളതാണ് സത്യം. ഇപ്പം SDPI പറഞ്ഞൊരു അഭിപ്രായമാണ് ഇപ്പം എന്താണ് അവർ പറഞ്ഞത്, അധികാരത്തിൽ വന്ന നാൾ മുതൽ RSSന്റെ അജണ്ട നടപ്പിലാക്കുന്ന ഒരാളായിട്ട് VD സതീശൻ മാറുന്നു എന്നുള്ളതാണ്. ഇപ്പം PM ശ്രീയിൽ അദ്ദേഹം തുടരുമെന്ന് പറയുന്നു. PM ശ്രീയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഗവൺമെൻറ് ഒപ്പിട്ടൊരു സംഭവത്തിൽ കണ്ടിന്യൂ ചെയ്തേ പറ്റുള്ളതാണ് നിയമം. 2, അവർ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞ പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റില്ല. കർണാടകയിലും തെലങ്കാനയിലും അതുപോലുള്ള സ്റ്റേറ്റുകളിൽ എടുത്ത നിലപാട് പോലെയുള്ള പറ്റാത്ത സിലബസ് ഞങ്ങൾ പഠിപ്പിക്കാൻ തയ്യാറല്ല എന്നാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്ക് കിട്ടാനുള്ള പണം കൊടുത്താൽ ഞങ്ങൾ അർഹതപ്പെട്ടതാണ്. ആ സമയത്ത് ഞങ്ങൾ സിലബസിൻ്റെ കാര്യത്തിൽ ഞങ്ങളാണ് തീരുമാനിക്കുന്നത് എന്ന് സുവ്യക്തമായിട്ട് തന്നെ VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് SDPS പോലെ സംഘടനയ്ക്ക് അവർക്ക് വളരണമെങ്കിൽ വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കണം. VD സതീശൻ വന്നിട്ട് എന്ത് വർഗീയതയാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്? നമുക്കറിയാം, ശബരിമല സ്വർണ്ണക്കൊള്ള നടത്തിയിട്ടുള്ള നാടാണ് കേരളം. എന്തേ BJPക്കാരൊന്നും മിണ്ടാതിരിക്കുന്നത്? സ്വന്തം ഒരു വലിയ ആരാധനാലയത്തിൽ ഇത്രയധികം കൊള്ള നടന്നിട്ടും BJPക്കാർക്കൊന്നും മിണ്ടാനില്ല. അതെന്തുകൊണ്ടാണ്? ഇപ്പോഴിതാ അയോധ്യയിൽ ഇതേപോലെ
ഭക്തന്മാർ നൽകിയ കോടാനുകോടി രൂപയുടെ വെള്ളിയും സ്വർണവും രത്നവും വജ്രവും ഒക്കെ തട്ടിയെടുത്തു എന്ന് പറയുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് UPA ഇളക്കി മറിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കാര്യം. അങ്ങനെയുള്ള BJPക്ക് പോലും ഇത്തരം അമ്പലങ്ങൾ, അയോധ്യ എന്ന് പറയുന്ന ലോകം മുഴുവൻ ആരാധിക്കുന്ന ആ സ്ഥലത്ത്, ഇന്ത്യയിലെ ഏറ്റവും വിവാദങ്ങൾ ഉണ്ടാക്കിയ സ്ഥലത്ത്, അവിടെ ഭരിക്കുന്നത് BJP, ആ സ്ഥലത്ത് നിന്നാണ് എന്ത് പോയിരിക്കുന്നത്, മോഷണം പോയിരിക്കുന്നത്. 1-2 രൂപയുടെ സ്ഥാനമല്ല. അപ്പോൾ BJPയുടെ സ്ഥിതി എന്ന് പറയുന്നത് അത് വളരുമായിരിക്കാം. കേരളത്തിൽ 2ാം സ്ഥാനത്ത് വരാൻ എല്ലാ സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. കാരണം CPM തകരുന്ന ആൾക്കറിയാം, നികേഷിനറിയാം. CPM തകരുന്നാണല്ലോ നികേഷ് പറയുന്നത്. നികേഷിനറിയാം CPM തകരുന്ന്. ആ വോട്ട് എങ്ങോട്ടാ പോവുക? BJPക്കാണെന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ് നികേഷ്. പറഞ്ഞ വളരെ കറക്റ്റാണ്. പക്ഷെ CPMന്റെ വോട്ട് ഇത്ര ശതമാനം എന്ന് പറയുന്നത് തെറ്റാണ്. ചിലപ്പോൾ മാക്സിമം 10-15% കിട്ടിയ ഭാഗ്യം. BJPക്ക് ഇപ്പോൾ കിട്ടിയ ഇതിലിപ്പോ പറയുന്നത്, നികേഷ് പറയുന്നത് 28 മുതൽ 31% വരെ CPM-നും 28 മുതൽ 33% വരെ BJP. അത് നികേഷ് കുമാർ പറയുന്നതല്ലേ? നികേഷ് കുമാർ പറയുന്നതെല്ലാം ശരിയാണ്. ഇപ്രാവശ്യം LDF വിജയിക്കണ്ടേ? അപ്പൊ അതിലും കുറയുന്ന പറയുന്നത്. അല്ല, LDF പ്രാവശ്യം എന്താ വിജയിക്കാഞ്ഞ് തകർന്നു പോയത്? അപ്പൊ നികേഷ് കുമാർ പറയുന്നതൊക്കെ ഒരു BJP വളരാൻ സാധ്യതയുണ്ടെന്ന് CPM-കാരുടെ തലയിലേക്ക് കൊടുക്കുകയാണ്. നിങ്ങൾ BJPക്ക് പോയിക്കോ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ പരിപാടി പറയുന്നത്. അല്ല, വേറൊന്നല്ല. അല്ലാതെ കേരളത്തിലെ ഏതെങ്കിലും CPM-കാരൻ പറയോ അടുത്ത ഇലക്ഷനിൽ BJPക്ക് 31% കിട്ടുന്നുള്ളത് ആ പാർട്ടി പ്രവർത്തകരോട്? ഒരിക്കലും പറയില്ല. പറഞ്ഞതിന്റെ അർത്ഥം CPM-കാരോട് ഉപദേശിക്കാൻ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ നേരെ BJP പോയിക്കോ, BJP വളരാൻ പോകണമെന്ന്. ഇതാണ് നികേഷ് കുമാർ. യഥാർത്ഥത്തിൽ CPM-നെ തകർക്കാൻ വേണ്ടി വന്ന ഭസ്മാസുരനാണ് ആര്? നികേഷ് കുമാർ. അല്ലാതെ മറ്റാരുമില്ല.